മറയൂരിൽ വീണ്ടും കാട്ടാന ചരിഞ്ഞ നിലയിൽ വൈദ്യുതാഘാതമേറ്റാണ് കാട്ടാന ചരിഞ്ഞതെന്ന് മറയൂർ ഡിഎഫ്ഒ അറിയിച്ചു. കാട്ടാന ശല്യം രൂക്ഷമായ കാന്തല്ലൂരിൽ ഒരാഴ്ചക്കിടെ ചരിയുന്ന രണ്ടാമത്തെ കാട്ടാനയാണ് ഇത്. ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, വിവരങ്ങൾ. കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറെ നാളുകളായി ജനജീവിതം ദുസ്സഹമാകുന്ന രീതിയിൽ നിരവധി കാട്ടാനകളുടെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് മറയൂർ കാന്തല്ലൂർ പ്രദേശം. ഏകദേശം 23ഓളം വരുന്ന കാട്ടാനകളാണ് ജനവാസ മേഖലയിലേക്ക് നിരന്തരം ഇറങ്ങി ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ആളുകളുടെ നിരവധി ആളുകൾക്ക് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ നിരവധി വാഹനങ്ങൾ തകർത്തു, കൃഷികൾ നശിപ്പിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കാട്ടാനകളെ കാടിനുള്ളിലേക്ക് ഓടിക്കുന്ന അടക്കമുള്ള നടപടികളും അതുപോലെ തന്നെ അവിടെ രാപകൽ സമരവുമെല്ലാം നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കാട്ടാന ഇപ്പോൾ കാന്തല്ലൂരിൽ ചെരിഞ്ഞിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് അവിടെ ഈ രണ്ടുപേരെ ആക്രമിച്ച മോഴയാന, അത് കുറെ നാളുകളായി രോഗബാധയിലുമായിരുന്നു ആ ആന ചെരിഞ്ഞത്. അതിനുശേഷം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഏകദേശം 10 വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു കൊമ്പനാന ചെരിഞ്ഞിരിക്കുന്നത്. അത് വൈദ്യുതി ആഘാതം ഏറ്റതിനെ തുടർന്നാണ് ഈ ആന ചെരിഞ്ഞത് എന്നാണ് ഈ DF ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അവിടെ വൈദ്യുതി വേലി അവിടെ ഉള്ളതല്ല, പക്ഷെ അവിടെ സൗരോർജ വേലിയാണ് ഉള്ളത്. ഈ സൗരോർജ വേലിയിലേക്ക് ഈ വൈദ്യുതി കടത്തിവിട്ടോ എന്നുള്ളതാണ് സംശയം. ഏതായാലും സ്ഥല ഉടമയ്ക്കെതിരെ കേസെടുക്കുമെന്നും സ്ഥലം ഉടമയ്ക്ക് ശക്തമായ അന്വേഷണം നടത്തും എന്നുമാണ് DFO അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ രണ്ടാമത്തെ ആന ജനങ്ങളെ സംബന്ധിച്ച് അവിടെ നിരന്തരം കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൃഷി സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനും മറ്റ് സ്വത്തുകൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയെല്ലാം നിരന്തര ജാഗ്രതയോടുകൂടി ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിരന്തരമായ സമരങ്ങൾ അവിടെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു കാട്ടാന കൂടി ചെരിഞ്ഞിരിക്കുന്നത്. ഏതായാലും നടപടികളിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കടക്കും. ഈ സ്ഥല ഉടമയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാവ്യ. ശരി, ജോസിൽ സെബാസ്റ്റ്യനാണ് ഇടുക്കിയിൽ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.